കർത്താവിന്റെ പരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് തെസ്സലോനിക്ക ലേഖന പഠനത്തിന്റെ കണ്ടിന്യൂവേഷൻ വീണ്ടും ആരംഭിപ്പാൻ കർത്താവ് നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ പഠിച്ചത് 4 അധ്യായങ്ങളാണ്. ആദ്യത്തെ 4 അധ്യായത്തിനകത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാ വാക്യങ്ങളിലും കഴിയുന്നിടത്തോളം വിവരിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് ദൈവം നമ്മളോട് കൃപ കാണിച്ചത്. 13 മുതൽ 4 അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വളരെ വിശദമാക്കേണ്ടതായിരുന്നു. എങ്കിലും അധികം വിശദമാക്കാതെ എല്ലാ വാക്യങ്ങളിലെയും ചെറിയൊരു വിവരണം നൽകിയാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ബൈൻഡപ്പ് ചെയ്തത്. ഇന്ന് 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അല്പം വേഗത്തിൽ അതിനകത്തെ പ്രധാന കാര്യങ്ങൾ മാത്രം പറയാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിക്കുവാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവതല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കുവാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷിക്കുന്നവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരുമായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവീൻ. 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെ ദൈവസഭയുടെ എടുത്തുകൊള്ളപ്പെടലാണ്. മറ്റൊരു നിലയിൽ ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 5-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വരെ പ്രധാനമായും 2 കാര്യങ്ങളാണ് അപ്പോസ്തോലൻ തെസ്സലോനിക്ക സഭയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. 13 മുതൽ 18 വരെ ദ പ്രോബ്ലം ഓഫ് ബെറിയുമെന്റ്, മരിച്ചു പോയവർ കർത്താവിന്റെ വരവിങ്കൽ എങ്ങനെയാണ് അവരുടെ അവസ്ഥ, അവരുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്താണ്, അതോ മരിച്ചവർ എന്നേക്കുമായിട്ട് നമ്മളെ വിട്ടുപോയോ, ആ ഒരു ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരം കൊടുക്കുന്ന ആ ഒരു പ്രശ്നത്തെ അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ അവർക്ക് വേണ്ട വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ആ ചോദ്യത്തിന് പരിഹാരം വരുത്തിക്കൊണ്ട് 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ദ പ്രോബ്ലം ഓഫ് ജഡ്ജ്മെന്റ്, ശിക്ഷാവിധിയുടെ സമയത്ത് എന്താണ് ശിക്ഷാവിധി, ആ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മൾ തെറ്റി ഒഴിഞ്ഞു പോകുമോ, ഈ കാര്യങ്ങളെ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഓരോന്ന് ആ വാക്യങ്ങളിലൂടെ പോയി ചില കാര്യങ്ങളൊന്ന് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ ശ്രദ്ധ വേണ്ട പാസേജുകളാണ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകിയേക്കുന്നത്. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, സഹോദരന്മാരെ, ഇവിടെ പ്രത്യേകിച്ച് ഓരോ സഹോദരന്മാരെ എന്നുള്ള വിളി പർട്ടിക്കുലർ ടോപ്പിക്കുകൾ തുടങ്ങാൻ നേരത്ത് ആ വിളി നമുക്ക് ഈ ലേഖനത്തിൽ പ്രത്യേകം കാണാവുന്നതാണ്. ഇപ്പം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിനകത്ത് സഹോദരന്മാരെ എന്ന് വിളിച്ചാണ് തുടങ്ങുന്നത്. 5-ന്റെ 1-ൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പറയാൻ നേരത്ത് വീണ്ടും അവരെ അഡ്രസ്സ് ചെയ്തിട്ടാണ് അപ്പോസ്തലൻ ആ ടോപ്പിക് അവരോട് പറഞ്ഞു തുടങ്ങുന്നത് എന്ന് ഈ ഒരു വിളിയിലൂടെ, അല്ലെങ്കിൽ അങ്ങനെ വീണ്ടും അവരെ അഡ്രസ്സ് ചെയ്യുന്നതിലൂടെ അങ്ങനെയുള്ള വാക്യങ്ങൾ കാണുമ്പോൾ ആ നിലയിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കി താഴോട്ട് വായിച്ചാൽ ടോപ്പിക് അടിസ്ഥാനത്തിൽ, വിഷയാടിസ്ഥാനത്തിൽ കാര്യങ്ങളെ ഗ്രഹിക്കാനായിട്ട് കഴിയും. 5-ന്റെ 1, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിക്കുവാൻ ആവശ്യമില്ല. അവിടെ ക്രോണോസ് ആൻഡ് കൈറോസ്,
ആ ഒരു പദമൊക്കെ ദൈവസഭയിലെ എൻ്റെ ചർച്ചിലെ അംഗങ്ങൾക്ക് ഞാൻ പലപ്പോഴും പല വിഷയങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ പറഞ്ഞേക്കുന്നത് കൊണ്ട് ക്രോണോസ് എന്ന് പറഞ്ഞാലും കൈറോസ് എന്ന് പറഞ്ഞാലും നോർമൽ ടൈം ആൻഡ് അപ്പോയിന്റഡ് ടൈം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇവിടെ കർത്താവിന്റെ നാൾ എന്നതാണ് ഇവിടുത്തെ പ്രധാനമായ വിഷയം. കർത്താവിന്റെ നാൾ, ഈ കർത്താവിന്റെ നാൾ എന്നതിനെ പറ്റി 5-ന്റെ 1-ൽ പറയുന്നത് അത് വരുന്നു, ഇറ്റ് ഈസ് കമ്മിങ്. 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നത് ആ കർത്താവിന്റെ നാളിന്റെ സ്വഭാവം, ഇറ്റ്സ് ക്യാരക്ടർ, അതാണ് 5-ന്റെ 2. 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിനകത്ത് പറയുന്ന ഇറ്റ്സ് കംപ്ലീറ്റ്നെസ്, അത് എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് ദൈവിക ന്യായവിധി തീരുന്നത് എന്ന് പറഞ്ഞാണ് 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം അവസാനിപ്പിക്കുന്നത്. 4 മുതൽ 11 വരെ സെയിം കാര്യം, അല്ലെങ്കിൽ കർത്താവിന്റെ നാൾ എന്താണ്, അതെന്നാണ് വരുന്നത്, അതിന്റെ സ്വഭാവം എന്താണ്, അതിന്റെ അവസാനം എങ്ങനെയാണ്, നമ്മൾ ദൈവമക്കളായ നമ്മൾ ആ നാളിലേക്കുള്ളവരല്ല, നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ സുബോധമുള്ളവരായിട്ട് ജീവിക്കണം, ആത്മീയ വർധനയ്ക്കായിട്ടുള്ള പ്രബോധനത്തിൽ അന്യോന്യം ജീവിക്കണം എന്ന് പറഞ്ഞ് വളരെ മനോഹരമായി നമ്മളെ കർത്താവ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ മരിച്ചത് നമ്മുടെ നിത്യജീവന് വേണ്ടിയാണ്, നമ്മളെ രക്ഷാപൂർത്തീകരണത്തിൽ പ്രത്യാശയിൽ എത്തിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് തെസലോനിക്ക സഭ കടന്നുപോയ അവരുടെ പ്രശ്നങ്ങൾ നിറഞ്ഞ, ചോദ്യങ്ങൾ നിറഞ്ഞ ആ ജീവിതത്തിനകത്ത് മരിച്ചവർ ആദ്യം ഉയർക്കുമെന്ന് പറഞ്ഞ് അവരുടെ ആ പ്രോബ്ലം പരിഹരിച്ചിട്ട് നമുക്ക് ജഡ്ജ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത ചോദ്യം തിമോത്തിയോസ് മുഖാന്തരം പോളിനോട് അറിയിച്ച ആ ചോദ്യത്തിനും പരിഹാരം വരുത്തിയാണ് ഈ ലേഖനം മുന്നോട്ട് പോകുന്നത്. 5-ാം അധ്യായത്തിന് 1-ാം വാക്യം കർത്താവിന്റെ നാളിന്റെ വരവിനെ പറ്റിയാണ്. കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിക്കുവാൻ ആവശ്യമില്ല. കാരണം കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ, ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ആ വരവിനെ പറ്റി ആർക്കും അറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. സമയം അറിയാൻ പാടില്ല, കാലം അറിയാൻ പാടില്ല, കാരണം അത് ദൈവവചനത്തിനകത്ത് വെളിപ്പെടുത്തി നൽകിയിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാണ്. ഇങ്ങനെ വായിക്കുന്നത്: യേശു അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എപ്പോഴാണ് തന്റെ രാജ്യം, അത് ദൈവരാജ്യ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിന്റെ ആ വരവും ദൈവസഭയുടെ എടുക്കപ്പെടലും അതിനുശേഷമുള്ള ന്യായവിധിയും ആ വരവുമായിട്ട് ബന്ധപ്പെട്ട കാലങ്ങളെയോ സമയങ്ങളെയോ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാ പറയാത്തതെന്ന് ചോദിച്ചാൽ, എപ്പോഴും നമ്മൾ തയ്യാറായിട്ടിരിക്കണം എന്നതിനു വേണ്ടിയാണ് കൃത്യമായ ഒരു കാലവും സമയവും വാഴ്ത്തപ്പെട്ട കർത്താവ് പറയാത്തത്. പിതാവിന് മാത്രമേ അറിയുള്ളൂ എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. നോക്കൂ, ചിലപ്പോഴൊക്കെ ചോദിക്കാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ദൈവമായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് അറിയാഞ്ഞത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെത്താൻ ഒഴിച്ച ചില കാര്യങ്ങൾ, ഞാനൊരു 5 മേഖല നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് ഒഴിച്ചു വെച്ചത്? താൻ പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ദൈവികമായ, അല്ലെങ്കിൽ ഈ ചില പിതാവുമായിട്ടുള്ള ആ സമത്വം, പലപ്പോഴും ആ കാര്യങ്ങൾ തൻ്റെ ആ സർവജ്ഞാനത്വം ഉപയോഗിക്കാതെ വോളണ്ടറിലി സബോർഡിനേഷൻ പുത്രനിൽ നമുക്ക് കാണാം. അതുകൊണ്ടാണ് കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളോട് പറഞ്ഞത് പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ എന്നാണ് യേശു പറഞ്ഞത്. കാരണം പിതാവും പുത്രനും തമ്മിലുള്ള ആ കവനന്റിനകത്ത് തന്നെത്താൻ താഴ്ത്തി വന്നതുകൊണ്ടാണ് അങ്ങനെ യേശു കർത്താവ് ഉത്തരം പറഞ്ഞത്. എന്നാൽ ഈ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയല്ലേ പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിന് അറിയാം എപ്പോഴാണ് വരുന്നതെന്ന്. എന്നാൽ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ആ ദൈവത്തിന്റെ സർവജ്ഞാനിത്വം എല്ലായ്പ്പോഴും ഉപയോഗിച്ചില്ല, തന്റെ മഹത്വം എപ്പോഴും ഉപയോഗിച്ചില്ല. പിതാവുമായിട്ടുള്ള ആ ഫേസ് ടു ഫേസ് ബന്ധം താൻ പലപ്പോഴും ഉപയോഗിച്ചില്ല. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ക്രൂശിൽ വേർപെട്ട് പിതാവിൽ നിന്ന് കൈവിട്ട പുത്രനെയൊക്കെ നമുക്ക് കാണാം. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് ആ നിലയിൽ ആക്സ് 1:7, അതുപോലെ തന്നെ മത്തായി 24, ലൂക്കോസ് 21, മർക്കോസ് 13, ഇതിനകത്തൊക്കെ ആ നിലയിലുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. നോക്കൂ, ഇവിടെ
കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾ എഴുതി അറിയിക്കാൻ ആവശ്യമില്ല. പക്ഷേ ഇറ്റ്സ് കമ്മിങ്, അത് വരും. പക്ഷേ അതിന്റെ ടൈം എപ്പോഴാണ്, എക്സാക്ട് ടൈം എപ്പോഴാണെന്ന് കർത്താവ് ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ ഇപ്പോൾ ആളുകളൊക്കെ അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട്, ഇന്ന സമയത്ത് വരും. അങ്ങനെ ഒരു കാര്യം കർത്താവ് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നു എങ്കിൽ അത് തികച്ചും വചനവിരുദ്ധമാണ്. അവര് ഫോൾസ് അപ്പോസ്റ്റൽസ് ആണ്, കള്ളപ്രവാചകന്മാരാണ്. ദൈവസഭ അവരെ വിട്ട് ഒഴിയേണ്ടതാണ്. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് എഴുതി അറിയിക്കാൻ ആവശ്യമില്ല. കാര്യം നമ്മൾ എപ്പോഴും തയ്യാറായിട്ടിരിക്കണം എന്ന് തെസ്സലോനിക്ക സഭയോട് ഉപദേശിക്കുന്ന പോലെ ഈ വചനപഠനം കേൾക്കുന്ന നമ്മളോടും പരിശുദ്ധാത്മാവ് അത് തന്നെയാണ് പറയുന്നത്. ഇനിയും 2-ാം വാക്യം നോക്കിയേ, അതിന്റെ ക്യാരക്ടർ, ആ വരവിന്റെ സ്വഭാവത്തെ പറ്റിയാണ് എഴുതിയേക്കുന്നത്. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇത് ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അപ്പോസ്തലൻ തെസ്സലോനിക്കയിലായിരുന്നപ്പോൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. 2-ാം അധ്യായം, 2-ാം ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നപ്പോൾ ഇത് പറഞ്ഞു നൽകിയിരുന്നല്ലോ എന്ന് തന്നെ അപ്പോസ്തലൻ അവിടെ പറയുന്നതായിട്ട് 2-ാം ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. നോക്കൂ, ഈ വരവിന്റെ, ആ കർത്താവിന്റെ നാൾ വരുന്നതിന്റെ ക്യാരക്ടറാണ് കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ. അതിന്റെ സ്വഭാവം കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു. എന്തിനാണ് ഇതൊക്കെ തെസ്സലോനിക്ക സഭയോട് പറയുന്നത് എന്ന് പറഞ്ഞാല് ഇവര് ശരിക്കും പ്രിപ്പയർ ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. ഏത് സമയവും വരാം. അതുകൊണ്ട് പ്രിപ്പയർ ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഈ കർത്താവിന്റെ നാൾ, കർത്താവിന്റെ നാൾ വരുന്നു. ഈ കർത്താവിന്റെ നാളെന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട, അത് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് തന്നെ വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്കറിയാം, വളരെ വിശാലമായി. എന്നാൽ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന, ദൈവവചനം പഠിപ്പിക്കുന്ന ആളുകളുടെ ഇടയിൽ ഡിസ്പെൻസേഷണൽ വ്യൂ ഹോൾഡ് ചെയ്യുന്നവരും അതുപോലെ കവനന്റ് തിയോളജിക്കാരും, അതൊക്കെ അവരെല്ലാം തമ്മിൽ ഈ കാര്യത്തിൽ വ്യാഖ്യാനത്തിൽ അല്പസ്വല്പം വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ആ ദൈവവചന ശാസ്ത്രം, അല്ലെങ്കിൽ ആ പഠിപ്പിക്കുന്ന ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഞാൻ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എടുക്കുന്നത്. പെന്തക്കോസ്ത് സഭകൾ ഹോൾഡ് ചെയ്യുന്ന ആ ഡിസ്പെൻസേഷണൽ പെർസ്പെക്റ്റീവിൽ തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നോക്കൂ, കള്ളൻ രാത്രി, ഈ കർത്താവിന്റെ നാളെന്നുള്ളതിന് 2 കാര്യം പ്രധാനമായിട്ട് മനസ്സിലാക്കണം. ഒന്ന്, ഇവിടെ കർത്താവിന്റെ നാൾ എന്നുള്ളത് ന്യായവിധിയെ കുറിച്ച് പറയാനായിട്ടാണ് 5-ാം അധ്യായത്തിൽ ഉപയോഗിച്ചേക്കുന്നത്. കർത്താവിന്റെ നാൾ, 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്നു. 5-ാം അധ്യായത്തിൽ ന്യായവിധി ഭൂമിയിൽ ആരംഭിക്കുന്നു. അതാണ് കർത്താവിന്റെ നാൾ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ പഴയ നിയമത്തിൽ കർത്താവിന്റെ നാൾ എന്നതിന് 2 അർത്ഥത്തിൽ വേണം വ്യാഖ്യാനിക്കാൻ. ഒന്ന്, ഒരു ഹിസ്റ്റോറിക്കൽ ജഡ്ജ്മെന്റ്, അല്ലെങ്കിൽ കർത്താവിന്റെ നാൾ എന്ന് ആമോസും യോവേലും എസെക്കിയേലും യെശയ്യാവും സെഫന്യാവും ഒക്കെ പറയുമ്പോൾ അവിടെ തന്നെ ആ കാലഘട്ടത്തിൽ, ആ തലമുറയുടെ നടുവിൽ തന്നെ ദൈവിക ന്യായവിധി വരുന്നതിന് കർത്താവിന്റെ നാൾ എന്ന് അവർ വിളിച്ചിട്ടുണ്ട്. എന്നാൽ അതേ പ്രവാചകന്മാർ തന്നെ ആ അധ്യായങ്ങളിലോ അതിന്റെ അപ്പുറത്തെ അധ്യായങ്ങളിലോ അവര് പരിശുദ്ധാത്മാവിനാൽ പ്രവചനങ്ങൾ എഴുതി അന്നത്തെ സമൂഹത്തിന്, യൂണിവേഴ്സൽ ചർച്ചിന് കൈമാറുമ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ ജഡ്ജ്മെന്റ് മാത്രമല്ല, ഒരു എസ്കറ്റോളജിക്കൽ ഫ്യൂച്ചർ ജഡ്ജ്മെന്റിനെ കുറിച്ച് പറയാനായിട്ടും ഈ പ്രവാചകന്മാർ കർത്താവിന്റെ നാൾ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. യാക്കോബിന്റെ കഷ്ടകാലം എന്ന് നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ഈ വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചാണ്. ഡേ ഓഫ് വെഞ്ചൻസ്, ഡേ ഓഫ് വിസിറ്റേഷൻ, ദ ഗ്രേറ്റ് ഡേ ഓഫ് ഗോഡ് ഓൾമൈറ്റി. അത് വെളിപ്പാട് പുസ്തകം 16-ന്റെ 14-ലാണ് ആ വാക്യം വായിക്കുന്നത്. നോക്കൂ, കർത്താവിന്റെ നാൾ എന്നതിന് ഒരു ഹിസ്റ്റോറിക്കൽ ജഡ്ജ്മെന്റ് അവിടെ നടന്നതായിട്ട്, ആ കാര്യം പറയാനായിട്ട് ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഭാവിയിൽ നടക്കാൻ പോകുന്ന ആ ഡിവൈൻ ജഡ്ജ്മെന്റ്, ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 30-32 വാക്യങ്ങൾ, 3-ന്റെ 14-ാമത്തെ വാക്യം, സെക്കറിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യം, മലാക്കി പ്രവചനം 4-ാം അധ്യായം 1-ാം വാക്യം, 5-ാം വാക്യം. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു എസ്പെക്ടോളജിക്കൽ ഫ്യൂച്ചർ ജഡ്ജ്മെന്റിനെ പറയാനായി ഈ പദം ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രോഫറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കൂ, അതേ വാക്ക്
തന്നെയാണ് പോള് പഴയ നിയമ തിരുവെഴുത്തുകളിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവിടുന്ന് അതേ പദം തന്നെ ഇവിടെ എടുത്ത് ഉപയോഗിക്കുന്നു. പോൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല, യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതിയപ്പോൾ അതേ പദം തന്നെ 16-ാം അധ്യായം 14-ാം വാക്യത്തിനകത്ത് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. പീറ്ററും അതേ പദം തന്നെ തന്റെ 2-ാം ലേഖനത്തിനകത്ത് എടുത്തുപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് കർത്താവിന്റെ നാൾ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ന്യായവിധിയാണ് എന്ന് പറഞ്ഞ് തൽക്കാലം ഞാൻ അതിന്റെ വാക്യങ്ങളൊക്കെ വായിച്ച് വിശദമാക്കാതെ മുന്നോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ വാക്യം കമ്മിങ്, അത് വരുന്നു. രണ്ടാമത്തേത് ആ വരവിന്റെ വിധവാണ്. അവിടെ 2-3-നകത്തുണ്ട് രണ്ട് ആ കർത്താവിന്റെ നാള് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് 2 മെറ്റഫർ അപ്പോസ്തലൻ ഉപയോഗിച്ചേക്കണം. ഒന്ന്, കള്ളൻ രാത്രിയിൽ വരും പോലെ എന്നാണ് ഒന്നാമത്തെ മെറ്റഫർ. 2, ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ. 2 മെറ്റഫർ ഉപയോഗിച്ച് കർത്താവിന്റെ നാൾ വരുന്നു, അതിനുവേണ്ടി ദൈവസഭ അതിലേക്ക് പോകാതിരിപ്പാൻ വളരെ തയ്യാറെടുക്കണം എന്ന് പറയാനായിട്ട് ഈ പദം ഉപയോഗിച്ചേക്കുകയാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരുമെന്ന് നമ്മള് 2 പീറ്റർ 3:10 അതുപോലെ തന്നെ മത്തായി സുവിശേഷം 24:43 ഇതേ കാര്യം കർത്താവ് പറഞ്ഞത് നമുക്ക് മറ്റ് അപ്പോസ്തലന്മാരും യേശുവിന്റെ ശിഷ്യന്മാരും എഴുതി, അല്ലെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മത്തായി എഴുതിയത് ഉൾപ്പെടെ തിരുവെഴുത്തിനകത്തുണ്ട്. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. 2 മെറ്റഫർ, കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും, കർത്താവിന്റെ നാൾ കള്ളനെ പോലെ വരും, കർത്താവിന്റെ നാൾ ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ. എന്താണ് അതിന്റെ അർത്ഥം? കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നനയാത്ത നാഴിക മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിപ്പിൻ എന്ന് നമ്മളോട് പറഞ്ഞേക്കുന്നത്. കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇവിടെ താഴോട്ട് വായിക്കുമ്പോൾ നമ്മള് ഇത് കള്ളനെ പോലെ അൺഎക്സ്പെക്റ്റഡ് ആകുന്നത് വാസ്തവത്തിൽ ജാതികൾക്കാണ്. കാരണം ഇത് കർത്താവിന്റെ നാള് പെട്ടെന്നാണ് വരുന്നത്. പക്ഷെ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം ഇത് വായിക്കാൻ. ഇത് കള്ളനെ പോലെ വരുമെന്ന് പറയുന്നതിന്റെ അർത്ഥം കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആണ്. എപ്പോഴാണ് നമുക്ക് ഒരു നിശ്ചയവുമില്ല. പക്ഷേ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് വരും എന്ന കാര്യം ഉറപ്പാണ്. ടൈം മാത്രമേ അറിയത്തില്ലാത്തുള്ളൂ. ഉറപ്പായിട്ട് വരും. കാര്യം നമ്മൾ പകലിനുള്ളവരാകൊണ്ട് വരുമെന്ന കാര്യം നിശ്ചയമാണ്. നമ്മൾ ഇരുട്ടിൽ നിന്ന് രക്ഷയിലേക്ക് വന്നവരായതുകൊണ്ട് ആ സത്യം ഒരു ദിവസം നടക്കുമെന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. എന്നാൽ കള്ളനെ പോലെ വരും എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. ഇറ്റ് വിൽ ബി സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ്. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് കള്ളനെ പോലെ വരും എന്ന മെറ്റഫർ ഉപയോഗിച്ചേക്കുന്നത്. രണ്ടാമത്, ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ. അത് സഡൻ ആയിരിക്കും, പക്ഷെ അൺഎക്സ്പെക്റ്റഡ് അല്ല, എക്സ്പെക്റ്റഡ് ആണ്. അല്ലെ, പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീക്ക് മാസം തികയുമ്പോൾ നിശ്ചയമായിട്ടും കൊച്ചിന് ജന്മം കൊടുക്കാനായിട്ടുള്ള സമയമാകുമ്പോൾ ഈ നിലയിലുള്ള നാച്ചുറൽ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന കാര്യം എക്സ്പെക്റ്റഡ് ആണ്. പക്ഷേ ആ ടൈം എപ്പോഴാണ് ലേബർ പെയിൻ തുടങ്ങുന്നതെന്ന് പറയാനായിട്ട് കഴിയത്തില്ല. 2 മെറ്റഫർ മനസ്സിലാവുന്നോ? ഒന്ന്, കള്ളനെ പോലെ വരും, സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ്. ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ വരും എന്ന് പറയുന്നത് ഇത് സഡൻ ആണ്, പക്ഷെ എക്സ്പെക്റ്റഡ് ആണ്. പക്ഷെ ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം കൊച്ചിന് ജന്മം കൊടുത്തേ പറ്റുള്ളൂ. ഒഴിവാക്കാൻ കഴിയത്തില്ല. ഈ 2 ചിന്തയും ഹൃദയത്തിൽ ആഴമായിട്ട് പതിയണം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കർത്താവ് വരുന്നു, കർത്താവിന്റെ നാൾ വരുന്നു. അതുകൊണ്ട് നമ്മൾ തയ്യാറായിട്ടിരിക്കണം കാഹളം കേൾക്കാൻ എന്നതാണ് ആ വാക്കുകൊണ്ട്. അതിന്റെ ആ ക്യാരക്ടർ 2-ാം വാക്യവും 3-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ പറയുകയാണ്. 2-ാം വാക്യം 3-ാം വാക്യത്തിന്റെ ആരംഭത്തിനകത്ത് നോക്കൂ. 3-ാമത്തെ വാക്യം കണ്ടോ? എന്നാൽ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ
ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവതില്ല. അവരെന്നുള്ളത് ദൈവമക്കളല്ലേ, നോട്ട് ബിലീവേഴ്സ്. എന്നാൽ നമ്മളോടാണ് ഈ കാര്യം, നമ്മളോട് ഇത് പറയാൻ കാര്യം എന്നാ, നമ്മൾ വളരെ പ്രിപ്പയർ ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതിന്റെ അപകടം ഉണ്ടാകുന്നത് ജാതികൾക്കാണ്, കർത്താവിനെ വിശ്വസിക്കാത്തവർക്കാണ്. അവിടെ ഒരു ചെറിയ കാര്യം പറയണം. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ കർത്താവിന്റെ നാൾ വരും. ഈ സമാധാനമെന്ന് നിർഭയമെന്ന് ജാതികൾ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ എത്ര പാപത്തിൽ മുഴുകി ജീവിച്ചാലും ഒന്നും സംഭവിക്കുകയില്ല, എല്ലാം നന്നായിട്ടാണ് പോകുന്നത് എന്ന് അവർ നനച്ചിരിക്കുമ്പോഴാണ് സോതോമിലേക്ക് തീയും ഗന്ധകവും വന്ന പോലെ, നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി ജനങ്ങൾ നശിച്ചതുപോലെ, പഴയ നിയമത്തിലെ ന്യായവിധിയിൽ ജനം ഒന്നുമില്ലാതായി തീർന്നതുപോലെ, അൺഎക്സ്പെക്റ്റഡായി എല്ലാം ശാന്തമായിട്ടിരിക്കുമ്പോൾ, സമാധാനമായിട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വെഞ്ചൻസ്, കർത്താവിന്റെ ദിവസം അവരെ സന്ദർശിക്കുമെന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഇത് പഴയ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ഞാനൊരു 1-2 ഉദാഹരണങ്ങൾ പറയാം. പഴയ നിയമത്തിൽ വ്യാജം പ്രവചിക്കുന്ന പല പ്രവാചകന്മാരെ പറ്റി, പ്രത്യേകിച്ച് ജെരമ്യാവിന്റെ പുസ്തകം, എസെക്കിയേലിന്റെ പുസ്തകം, മീകായുടെ പ്രവചനം, ലെമന്റേഷൻ, വിലാപങ്ങൾക്കകത്തൊക്കെ പല വാക്യങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടുത്തെ ഒരു പ്രയോഗം ഇതുപോലെ തന്നെയാണ്. പ്രവാചകന്മാർ ജനം പാപത്തിൽ മുഴുകുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് വ്യക്തമായി പ്രാപിച്ച യെരമ്യാവിനെ പോലെ, എസെക്കിയേലിനെ പോലെയുള്ള പ്രവാചകന്മാർ ദൈവത്തിന്റെ വിസിറ്റേഷൻ നിങ്ങളെ കണ്ടുമുട്ടും, അന്ന് നിങ്ങൾക്ക് സഹിക്കാനായിട്ട് കഴിയത്തില്ല, ഹിസ്റ്റോറിക്കൽ ഡേ ഓഫ് ജഡ്ജ്മെന്റ് അവരോട് പറഞ്ഞിട്ട് അവർക്ക് കേൾക്കാനായിട്ട് മനസ്സില്ല. പക്ഷേ അവരുടെ ഇടയിൽ തന്നെ വ്യാജം പ്രവചിക്കുന്ന, സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് ജനത്തിന്റെ പാപത്തെ, മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്ന വ്യാജ പ്രവാചകന്മാര് പറയുന്നതും കേട്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനത്തെ ദൈവത്തിന്റെ ദിവസം വന്ന് പ്രവാസത്തിലേക്ക് പോയ കാര്യങ്ങൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6:14, 8:11, 14-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, വിലാപങ്ങൾ 2:14, എസെക്കിയേൽ 13:10, മീഖ 3:5, നിരവധിയുണ്ട്. ഈ വാക്യങ്ങളിലൊക്കെ ഈ സമാധാനം പ്രവചിക്കുന്ന വ്യാജ പ്രവാചകന്മാരെ കാണാം. അതുപോലെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. സമാധാനമെന്നും നിർഭയമെന്നും വ്യാജന്മാർ പ്രഘോഷിച്ചുകൊണ്ട് എല്ലായിടത്തൂടെ നടക്കുമ്പോൾ കർത്താവിന്റെ നാൾ, ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ വളരെ പെട്ടെന്ന് ഉറപ്പായും ഡെലിവറി നടന്നേ കഴിയത്തുള്ളൂ. ആർക്കും തടുക്കാൻ പറ്റാത്ത നിലയിൽ കർത്താവിന്റെ വിസിറ്റേഷൻ ഉണ്ടാകും എന്ന് പോൾ തെസ്സലോനിക്ക സഭയോട് പറയുമ്പോൾ ഒരുങ്ങിയിരിക്കാൻ അവരോട് ആവശ്യപ്പെടുകയാണ്. പെട്ടെന്ന് ഡിസ്ട്രക്ഷൻ വിൽ കം ഓൺ സഡൻലി. ഈ ലോകക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സർപ്രൈസ് ആണ്. കള്ളൻ എന്ന പോലെ ആ നാൾ അവരെ പിടിക്കുന്നത്. നമുക്ക് സർപ്രൈസ് അല്ല. കാരണം എന്നാണ്? എവറിത്തിങ് ഈസ് റിവീൽഡ് ഇൻ ദ ഹോളി സ്ക്രിപ്ചർ. ദൈവവചനത്തിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പിന്നെ എന്തിനാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ, പിന്നെ എന്തിനാണ് ഈ കാര്യം വീണ്ടും തെസ്സലോനിക്ക സഭയോട് പറയുന്നത്? മറ്റുള്ളവർക്ക് വരാൻ പോകുന്ന വലിയതും ഭയങ്കരവുമായ നാളിനെ കുറിച്ച് ദൈവസഭയോട് പറയേണ്ട ആവശ്യകത എന്താണെന്നറിയാമോ? ആ അപകടത്തിലേക്ക് വിശ്വാസത്യാഗികളായിട്ട് ആരും പോകരുത്. ദൈവത്തിൽ വിശ്വസിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവരാജ്യത്തിലെ അംഗങ്ങളായിട്ട് ഒരുങ്ങി കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടിയാണ്, നാം മുൻകരുതൽ എടുക്കാൻ വേണ്ടിയാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ അപകടമുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ദൈവസഭയോട് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഒന്നാമത്തെ വാക്യം ഹിസ് കമ്മിങ്, രണ്ടാമത്തേത് ആ വരവിന്റെ ക്യാരക്ടർ, മൂന്നാമത്തേത് അതിന്റെ കംപ്ലീറ്റ്നെസ്. കണ്ടോ? പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും, അവർക്ക് ഒഴിയാവതല്ല. പ്രഗ്നന്റ് ആയൊരു ലേഡി ഉറപ്പായിട്ടും കൊച്ചിന് ജന്മം കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ
കർത്താവിന്റെ നാളിൽ നാശം വന്ന് രക്ഷയിലേക്ക് വരാത്തവർക്ക് ഭവിക്കും, അവർക്കൊഴിയാവതല്ല, അതാണ് ന്യായവിധി എന്ന് 5-ാം അധ്യായത്തിൽ തെസലോനിക്ക സഭയോട് അപ്പോസ്തലൻ പറയുകയാണ്. അത് പറയുമ്പോൾ തന്നെ ഓർത്തോണം, നമ്മൾ അതിലുള്ളവരല്ല, നമ്മൾ രാത്രിയിലുള്ളവരല്ല, നമ്മൾ പകലിനുള്ളവരാണ്. കർത്താവിന്റെ നാളിനെ കുറിച്ച് വളരെ വിശാലമായിട്ട് പ്രവാചന പുസ്തകത്തിലെ ആ ഹിസ്റ്റോറിക്കൽ ഫുൾഫിൽമെന്റും എസ്കറ്റോളജിക്കൽ ഫ്യൂച്ചർ ഫുൾഫിൽമെന്റും ഒക്കെ പറയാനായിട്ട് പോയാൽ നമ്മുടെ പഠനം ഇവിടെ നിന്നും നിൽക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ അത്രയും വിശദമായിട്ട് പറയാത്തത്. ഇനി 4-ാമത്തെ വാക്യം, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കുവാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. അവിടെ ഈ കള്ളൻ എന്ന പോലെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കള്ളം വരുന്നത് രാത്രിയിലാണ്, ഇരുട്ടിലാണ് വരുന്നത്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്, സഡൻ ആയിട്ടാണ് വരുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നാൽ സഹോദരന്മാരെ, നമ്മൾ ആ നാളിൽ ഈ ജാതികൾ ഇരിക്കുന്ന പോലെ സുബോധമില്ലാത്തവരായിട്ടല്ല ജീവിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം വളരെ വേഗം നടക്കാൻ പോകുന്നു എന്ന പ്രതീക്ഷ ഉള്ളത് കൊണ്ട് ആ കർത്താവിന്റെ നാളിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ പറ്റി പറഞ്ഞേക്കുന്നത്, നമ്മൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. വെളിച്ചത്തിന്റെ മക്കൾ, പകലിന്റെ മക്കൾ, രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. അതുകൊണ്ട് കള്ളൻ എന്ന പോലെ നമ്മളെ പിടിക്കാനായിട്ട് കഴിയുകയില്ല എന്നാണ് പറയുന്നത്. എന്താ ഇവിടെ നാം ഇരുട്ടിലുള്ളവരല്ല എന്ന് പറയാനായിട്ട് 2 കാരണമുണ്ട്. ഒന്ന്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കിയെന്നാണ് തിരുവെടുത്ത് പറയുന്നത്, അല്ലെ? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. എന്താ ഇരുട്ടെന്ന് പറഞ്ഞാൽ? അന്ധകാരത്തിൽ നിന്ന് ഒരു അത്ഭുത പ്രകാശത്തിലേക്ക് വിടുവിച്ചു, പാപത്തിൽ നിന്ന് വിടുവിച്ചെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു എന്ന് പറഞ്ഞാൽ പിശാചിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു എന്നാണ് അർത്ഥം. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചെന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് വിടുവിച്ചു എന്നാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇരുട്ടിലിരുന്ന ദേശത്തിന് വിടുതൽ കൊടുത്ത കാര്യം നഫ്താലിയെ പറ്റി നമ്മൾ മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ഈ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയണം എന്ന് വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു. ഇതെല്ലാം കൂടെ ചേർത്താൽ ഇരുട്ടിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെട്ടവരാന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, പിശാചിൽ നിന്ന്, ഈ ലോകം, നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്ന മറ്റു പ്രധാന മുഴു ലോകവും ഇരുട്ടിലാണ്. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടിയിരിക്കുന്നു. എന്നാൽ അതുപോലെ തന്നെ കാരാഗ്രഹ പ്രമാണി അപ്പോസ്തലന്മാരോട് ചോദിച്ചില്ലേ, ഈ വെളിച്ചം അന്വേഷിച്ച് യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണം? അവർ വെളിച്ചം അന്വേഷിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചാൽ നമ്മൾ ഇരുട്ടിലായിരുന്നു, പക്ഷെ ഇനി ഇരുട്ടിലുള്ളവരല്ല. അതുകൊണ്ട് കർത്താവിന്റെ നാൾ കള്ളനെ പോലെ നമ്മളെ പിടിക്കാനായിട്ട് കഴിയുകയില്ല. അതിനു മുമ്പ് നമ്മൾ കർത്താവിന്റെ കൂടെ ചേർക്കപ്പെടും. ജാതികളുടെ ശിക്ഷാവിധിയിൽ നമ്മൾ ഉണ്ടാകുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കർത്താവിന്റെ ഇരുട്ടിലുള്ളവരല്ല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അർത്ഥം നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്, നമ്മൾ ദൈവമക്കളാണ് എന്നതാണ്. നമ്മൾ 1-2 വാക്യം ഒന്ന് നോക്കിയാലേ, യോഹന്നാൻ 8:12 വായിക്കുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്ന ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവരാകും. നമ്മൾ ആ കാറ്റഗറിയിലുള്ളവരാണ്. യോഹന്നാന്റെ സുവിശേഷം 12:46, എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതെ ഇരിക്കുവാൻ ഞാൻ വെളിച്ചമായ ലോകത്തിൽ വന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്. കർത്താവ് വെളിച്ചമായിട്ട് ലോകത്തിൽ വന്നു. നമ്മൾ അതുകൊണ്ട് ഇനി ഇരുട്ടിൽ നടക്കേണ്ടവരല്ല, നമ്മൾ വെളിച്ചത്തിൽ നടക്കേണ്ടവരാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സഭ ഇരുട്ടിലേക്ക് പോകുന്നില്ല. ന്യായവിധിയിൽ സഭ സൂക്ഷിക്കപ്പെടുന്നു, കർത്താവിന്റെ കൂടെ എന്നേക്കുമായിട്ട് വാഴുന്നു. അതുകൊണ്ടാണ് നമ്മളെ കള്ളനെ പോലെ പിടിക്കാനായിട്ട് കഴിയുകയില്ല. കാരണം നമ്മൾ ഇരുട്ടിലുള്ളവരല്ല, നമ്മള് രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല, നമ്മള് വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാണ് എന്ന് തിരുവെടുത്ത് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതൊക്കെ നൽകിയേക്കുന്നതിന്റെ അർത്ഥം നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മുടെ പ്രവാസകാലം കഴിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എഴുതി നൽകിയിരിക്കുകയാണ്. നമ്മൾ തിരുവെടുത്തിൽ കർത്താവിന്റെ ആ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന അങ്ങനെയുള്ള സഭകളെ പറ്റി ലേഖനത്തിൽ വായിക്കുമ്പോൾ ചില പദങ്ങളുണ്ട്. അവർ കാത്തിരിക്കും
കാത്തിരിക്കുന്നു. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ ഒടുവിൽ 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, അവർ കാത്തിരിക്കുന്നു, ഒരുങ്ങിയിരിക്കുന്നു, ഉണർന്നിരിക്കുന്നു. ഈ പ്രയോഗങ്ങളൊക്കെ ന്യൂ ടെസ്റ്റ്മെന്റിൽ ഒരു സഭ എത്രമാത്രം തന്റെ മണവാളന്റെ വരവിന് വേണ്ടി അലേർട്ടായിരിക്കണം എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്ന പദങ്ങളാണ്. ക്ലിയറായെന്ന് വിചാരിച്ചോട്ടെ. അത്രയും ശ്രദ്ധയോടെ വേണം നമ്മൾ ഈ കാര്യങ്ങളെ അപഗ്രഥിച്ച് മനസ്സിലാക്കി ഈ ഭൂമിയിൽ ജീവിക്കാൻ. പ്രിയപ്പെട്ടവരെ, എന്നാ സഹോദരന്മാരെ, നമ്മളെ പേടിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. കാര്യം എങ്ങനെയാണ് വരുന്നത്? ആ വരവിന്റെ സമയം അറിയാൻ പാടില്ലേലും കാലങ്ങളെ സമയങ്ങളെ പറ്റി അത് എങ്ങനെ വരും, അതിന്റെ സ്വഭാവം എന്തായിരിക്കും, അന്ന് വരുന്ന ഡിസ്ട്രക്ഷൻ എന്തൊക്കെയായിരിക്കും, ഇതെല്ലാം തിരുവഴുത്തിനകത്തുള്ളതുകൊണ്ട് നമ്മളെ കള്ളനെ പോലെ പിടിക്കാൻ കഴിയത്തില്ല. കാര്യം നമ്മൾ വെളിച്ചത്തിനുള്ളവരാണ്, നമ്മൾ പകലിനുള്ളവരാണ്. ഇനി ആറാമത്തെ വാക്യം എങ്ങനെ വായിക്കുന്നത്? ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമുള്ളവരായിരിക്കുക. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. അവിടെ ആ രാത്രിയിൽ, അല്ലെങ്കിൽ ആ വാക്യങ്ങളൊക്കെ അവിടെ പറയാനായിട്ടുള്ള ജാതികളെ സംബന്ധിക്കുന്ന കാര്യങ്ങളോടെ പറയാനായിട്ടുള്ള കാര്യം, അവർക്ക് എപ്പോഴും ഇരുട്ടിലാണ്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കൂരിരുട്ട് ഭൂമിയെ മൂടിയിരിക്കുന്ന കൊണ്ട് അവർക്ക് കാഴ്ചയില്ല. പിശാച് അവരുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. അവര് മരണത്തിലാണ്. അവർക്ക് ഗോസ്പല് കേൾക്കാനായിട്ട് കഴിയുകയില്ല. അവർ അന്ധകാരത്തിലാണ് എന്ന് അവർക്കത് മനസ്സിലാകുന്നില്ല എന്നതാണ് സത്യം. കള്ളൻ രാത്രി വരുമ്പോൾ അവർക്ക് സർപ്രൈസ് ആകാൻ കാര്യം, അവർക്കത് അൺഎക്സ്പെക്റ്റഡ് ആണ്, അവർക്കത് സഡൻ ആണ്. കാര്യം 1 ഇരുട്ടാണ്, 2 ഉറക്കമാണ്, 3 അവർക്ക് സുബോധമില്ല. 3 കാര്യം അവിടെ ഉണ്ട്. നിങ്ങൾ കണ്ടോ? 1 ഉറക്കമാണ്, 2 സുബോധമില്ല, 3 ഇരുട്ടാണ്. ഈ 3 കാര്യങ്ങൾ രക്ഷിക്കപ്പെടാത്ത, കർത്താവിലേക്ക് വരാത്ത സകല ആളുകളെ പറ്റി വേദപുസ്തകം പറയുന്നത് ഇങ്ങനൊന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് ജീവിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന 3 ഘടകങ്ങൾ. 1, അവർക്ക് കാഴ്ചയില്ല, അവർ ഇരുട്ടിലാണ്. 2, അവർക്ക് ഉറക്കമാണ്. 3, അവർ ഈ ലോകത്തിന്റെ സുഖലോലിപതയിൽ ജീവിക്കുന്ന കൊണ്ട് അവർക്ക് സുബോധമില്ല. എന്നാൽ നമ്മള് ഇരുട്ടിലല്ല, വെളിച്ചത്തിലാണ്. നമ്മൾ ഉറക്കത്തിലല്ല, ഉണർന്നിരിക്കുകയാണ്. നമ്മൾ ലോകക്കാരെ പോലെ മദ്യത്തിന് അടിമകളല്ല, അല്ലെങ്കിൽ ലോക സുഖങ്ങൾക്ക് അടിമകളല്ല. അതുകൊണ്ട് നമുക്ക് സുബോധമുണ്ട്. അവർക്ക് 3 കാര്യമില്ല, എന്നാൽ നമുക്ക് 3 കാര്യമുണ്ട്. നാം രാത്രിക്കുള്ളവരല്ല. ആ ദിവസം നമ്മെ ബാധിക്കത്തില്ലെങ്കിൽ, ആ ദിവസം നമ്മളെ ഒരിക്കലും ബാധിക്കത്തില്ല. കാര്യം എന്നാന്നറിയാമോ? നമുക്ക് സുബോധമുണ്ട്, നമ്മൾ വെളിച്ചത്തിലാണ്, നമ്മൾ ഉറക്കത്തിലല്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഇത് കേൾക്കുമ്പം നമ്മൾ ആത്മീയ ജീവിതത്തിൽ എങ്ങനെയാണ്? യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ടവർ തന്നെയാണോ? നമ്മുടെ അകത്തെ മനുഷ്യൻ കർത്താവിൽ അനുദിനം വളരുന്നുണ്ടോ? അതോ ജാതികളെ പോലെ നമ്മള് പേരിന് നെയിം സേക്ക് നോമിനൽ ക്രിസ്ത്യൻസ് ആയിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇരുട്ടിലാണ്, നിങ്ങൾ ഉറക്കത്തിലാണ്, നിങ്ങൾക്ക് സുബോധമില്ല. ഇതിനെപ്പറ്റിയൊക്കെ യാതൊരു അവയറുമില്ലാത്ത നേതാക്കന്മാരൊക്കെ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ അവർ ഇരുട്ടിലായതുകൊണ്ടാണ്. അവരുടെ കണ്ണ് ഇതുവരെയും തുറന്നിട്ടില്ല. ലോകത്തിന്റെ പ്രഭു അവരുടെ കണ്ണ് ഇരുട്ടാക്കി വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്ത് വളരെ ക്ലിയർ ആയിട്ട് നമ്മളോട് പറയുന്ന ഈ സത്യങ്ങളെ നമ്മൾ എപ്പോഴും മുറുകെ പിടിക്കേണ്ടതാണ്. ഇവിടെ രാത്രിയിൽ ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. ഇതെല്ലാം അവിടെ എഴുതി വെച്ചിരിക്കുന്നതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡേ ഓഫ് ദ ലോർഡിൽ അവരതിലേക്ക് ചെന്ന് പെട്ടെന്ന് ആ ന്യായവിധി വരുമ്പോഴാണ് അവരറിയുന്നത്. അതുവരെ അവർക്കൊരിക്കലും ഇങ്ങനെ കാര്യത്തെ പറ്റി ഒരു എക്സ്പെക്ടേഷനും ഉണ്ടായിരുന്നില്ല. കള്ളൻ രാത്രിയിൽ സുബോധമില്ലാതെ ഉറങ്ങുന്നവരെ പിടിക്കാൻ വരുന്ന പോലെ ആ കർത്താവിന്റെ നാൾ നിത്യനാശത്തിനായിട്ട് വന്ന് ഭവിക്കും. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമുക്ക് സർപ്രൈസ് അല്ല. കാര്യം നമ്മൾ ഉണർന്നിരിക്കുന്നവരാണ്.
മുമ്പേ നമ്മൾ ഇരുളായിരുന്നു, ഇപ്പോൾ നമ്മൾ വെളിച്ചമായിരിക്കുന്നു. മുമ്പേ നമ്മൾ അന്ധകാരത്തിലായിരുന്നു, ഇപ്പോൾ നമ്മൾ വെളിച്ചത്തിലാണ്. അതുകൊണ്ട് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം നമ്മളിൽ പ്രകാശിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു സുബോധത്തോടെ ഉണർന്നിരുന്ന പകലിന്റെ മക്കളായിട്ട് ജീവിക്കാൻ കഴിയുന്നത്. തെസ്സലോനിക്ക സഭയോട് പ്രബോധിപ്പിക്കുകയാണ്, ഏത് സമയവും ഇങ്ങനെ ഒരു ദിവസം വരുന്നത് കൊണ്ട് നിങ്ങൾ സുബോധമായിട്ട് കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടണം. നിങ്ങൾ വീണ്ടും ജനിച്ചവരാകണം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാകണം, നിങ്ങൾ വിശുദ്ധീകരണത്തിൽ വളരുന്നവരാകണം എന്ന് പറഞ്ഞ് അവരെ പ്രബോധിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാണെങ്കിൽ കുറച്ച് ഫലങ്ങൾ നമ്മിൽ ഉണ്ടായിരിക്കും. ഞാൻ ചില കാര്യങ്ങൾ, അത് വെളിച്ചത്തിന്റെ മക്കളാണോ, നമ്മള് പകലിന്റെ മക്കളാണോ, വെളിച്ചത്തിന്റെ മക്കളാണോ, നമ്മൾ സുബോധമുള്ളവരാണോ, അതുപോലെ നമ്മള് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ അവെയർ ആണെങ്കിൽ ഈ എഫെസ്യ ലേഖനത്തിനകത്ത് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് നോട്ട് ചെയ്ത് കാണിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാണോ എന്ന് ആ വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. എഫെസ്യ ലേഖനം 5-ാമത്തെ അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 5-ാമത്തെ അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടപ്പീൻ. പ്രിയപ്പെട്ടവരെ, അവിടെ കൊണ്ട് തീരുന്നില്ല. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സദ്ഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറയാൻ പോലും ലജ്ജിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? വെളിച്ചമായവരുടെ ലക്ഷ്യം ഞാൻ പറയാം. ഒന്ന്, ആ വാക്യത്തിനകത്ത് തന്നെ കണ്ടോ, ദൈവത്തെ പ്രസാദിപ്പിക്കണം. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. വെളിച്ചത്തിന്റെ മക്കളാണെങ്കിൽ, എന്നെ കേൾക്കുന്ന നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാണെങ്കിൽ, ഒന്നാമത്തെ നിങ്ങളുടെ ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുക. അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ ശരീരത്തിൽ ഇരുന്നാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. ഞങ്ങൾ തിന്നാലും കുടിച്ചാലും അവന്റെ നാമ മഹത്വത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പടയിൽ ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന്, ഗലാത്യലേഖനത്തിൽ പറഞ്ഞ ഇന്നും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിട്ടിരിക്കയില്ല. യഥാർത്ഥത്തിൽ വെളിച്ചത്തിൽ നടക്കുന്നവരുടെ ഒന്നാമത്തെ ക്വാളിറ്റി അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. 2, വെളിച്ചത്തിൽ നടക്കണമെന്ന് പറയാനായിട്ടുള്ള കാര്യം, ഇരുളിലേക്ക് ഇരുട്ടിന്റെ പ്രവൃത്തി, ആ വാക്ക് കണ്ടോ, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കുക അത്ര വേണ്ടത്. വാസ്തവത്തിൽ നമ്മള് പല കാര്യത്തെ ശാസിക്കുന്നവരാണ്. എന്നാൽ തിരുവെഴുത്തിനകത്ത് ശാസിക്കാൻ നമ്മളോട് പറഞ്ഞേക്കുന്ന ഈ നിലയിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് പറഞ്ഞേക്കുന്ന അനേകം കാര്യങ്ങളില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടിന്റെ പ്രവൃത്തികളെ ശാസിക്കുക അത്രേ വേണ്ടത്. കണ്ടോ, വെളിച്ചത്തിന്റെ മക്കളെ ഒന്നാമത്തെ ഗുണം ദൈവത്തിന് പ്രസാദമായുള്ളത് അന്വേഷിക്കും, ഇരുട്ടിന്റെ പ്രവൃത്തികളെ ശാസിക്കും. മൂന്നാമത്തെ കാര്യം, വെളിച്ചത്തിന്റെ ഫലമോ ആ വാക്ക് കണ്ടോ, സകല സദ്ഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. മൂന്നാമത്തെ ഗുണം എന്നാന്നറിയാമോ? വെളിച്ചത്തിൽ ജീവിക്കുന്നവരുടെ ഫലമുള്ളവരായിരിക്കും. 2 പത്രോസ് 1-ാം അധ്യായം ചില റിസോഴ്സസ് കർത്താവ് നൽകിയിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റാനായിട്ട് വിശദമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാം, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഫലമുള്ളവരായിരിക്കും, നിങ്ങൾ യൂസ്ഫുള്ളും ഫ്രൂട്ട്ഫുള്ളും ആയിരിക്കും എന്നാണ് 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യങ്ങളിൽ വായിക്കുന്നത്. വെളിച്ചത്തിന്റെ മക്കളായിട്ട് നമ്മൾ നടക്കണം. തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിച്ചത്,
നമ്മൾ ഇരുളിനുള്ളവരല്ല, നമ്മൾ ഉറങ്ങുന്നവരല്ല, നമ്മൾ സുബോധമില്ലാത്തവരല്ല, നമ്മൾ പകലിനുള്ളവരാണ്, വെളിച്ചത്തിലുള്ളവരാണ്, നമുക്ക് കാര്യങ്ങളെ പറ്റി അറിയാവുന്നവരാണ്, നമ്മൾ സുബോധമുള്ളവരാണ് എന്നതിന്റെ തെളിവാണ്. ഒന്ന്, ദൈവത്തെ പ്രസാദിപ്പിക്കും; രണ്ട്, ഇരുട്ടിന്റെ പ്രവൃത്തികളെ ശാസിക്കും; മൂന്ന്, നമ്മള് ഈ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കും. നീതി, സത്യം, സദ്ഗുണം. ഈ സത്യത്തിൽ ഈ ഒരു ഇമേജിലാണ് ആദമിനെ സൃഷ്ടിച്ചത് കേട്ടോ. അതാണ് എന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. നാലാമത്തെ കാര്യം, വെളിച്ചത്തിന്റെ മക്കളാണെന്നുള്ളതിന്റെ അടുത്ത തെളിവ്, ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ നമ്മൾ കൂട്ടാളികളാകുകയില്ല. ഒരു കാരണവശാലും അന്യായമായ, അൺഹോളിയായ, അൺറൈച്ചസ് ആയ ഒരു കാര്യത്തിനും ഞാൻ കൂട്ടാളിയാകുകയില്ല. നമ്മൾ അങ്ങനെയാണോ? അഞ്ചാമത്തെ കാര്യം, നമ്മള് ഉണർന്നിരിക്കുന്നവരായിരിക്കും. അത് റോമലേഖനം 13-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെ വായിച്ചാൽ ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളയണം എന്ന് നമ്മളോട് അവിടെ പ്രത്യേകാൽ അപ്പോസ്തോലിക് കമാൻഡ് ഉണ്ട്. ഇതെല്ലാം യൂദാ ലേഖനത്തിനകത്ത് ദുഷ്കാമ പ്രവൃത്തി, ഏകനാഥനെ വിട്ട്, അങ്ങനെ അവിടെയും ദൈവസഭയോട് വളരെ വ്യക്തമായ നിർദ്ദേശമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ജീവിതം കൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്യണം. എന്താ ജീവിതം കൊണ്ട് പ്രൂവ് ചെയ്യേണ്ടത്? ജീവിതം കൊണ്ട് പ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാണ്, നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നവരാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് വളരെ വ്യക്തതയോടെ ഈ തിരുവെഴുത്തിനെ അടിസ്ഥാനമാക്കി തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ വെളിച്ചത്തിന്റെ മക്കളായിട്ടാണോ നമ്മൾ നടക്കുന്നത്? ഇവിടെ രണ്ട് ചോദ്യത്തെ കൈകാര്യം ചെയ്യുകയാണ്. ദ പ്രോബ്ലം ഓഫ് ബെറിയുമെന്റ്. മരിച്ചുപോയവരുടെ അവസ്ഥ എന്താകും? അവര് കർത്താവിന്റെ വരവെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമോ? രണ്ട്, ദൈവസഭ ന്യായവിധിയിലേക്ക് പോകുമോ? അതോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കള്ളനെ പോലെ നമ്മളെ വന്ന് പിടിക്കുമോ? ഈ രണ്ട് പ്രശ്നത്തെ ദൈവാത്മാവിന്റെ ആ ഇൻസ്പയർഡ് സ്ക്രിപ്ചറിനകത്തൂടെ പരിഹാരം വരുത്തിയിട്ട് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. അവർ നമുക്ക് മുമ്പായിട്ട് ഉയർക്കും, നമ്മൾ കർത്താവിനെ മീറ്റ് ചെയ്യും. രണ്ട്, കള്ളനെ പോലെ നമ്മളെ കർത്താവിന്റെ നാള് പിടിക്കുകയല്ല കാര്യം, നമ്മൾ വെളിച്ചത്തിലുള്ളവരാണെങ്കിൽ കർത്താവിനെ പ്രസാദിപ്പിക്കും, ഇരുട്ടിന്റെ പ്രവൃത്തികളെ ശാസിക്കും, നല്ല ഫലം, നീതിയുടെ ഫലമുള്ളവരായിട്ട് ജീവിക്കും, ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ കൂട്ടാളികളാകയില്ല. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാണ്. ഇനി ആ വാക്യങ്ങളെല്ലാം, ഞാൻ ആ വായിച്ച 7 വാക്യങ്ങൾ സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾ എഴുതി അറിയിക്കുവാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ, ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഇടയ്ക്കുന്ന ആദ്യം പറഞ്ഞതിനകത്തുനിന്ന് കയറി പറയുക, ഇങ്ങനെ ഈ സമാധാനമെന്നും നിർഭയമെന്നും പറയുന്ന വ്യാജ പ്രവാചകന്മാരുടെ പിന്നാലെ പോയി വഞ്ചിക്കപ്പെടുന്ന സാധുക്കളായ ചർച്ചിൽ പോകുന്ന ആളുകൾ, ഞാൻ അവരെ ദൈവമക്കളെന്ന് വിളിക്കുന്നില്ല, കാര്യം അവര് വീണ്ടും ദൈവസന്തതിയായവൻ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു എന്നാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത്. അവര് ചർച്ച് ഗോയിങ് ആണ്, അല്ലാതെ അവര് ബിലീവേഴ്സ് അല്ല. അങ്ങനെ ചർച്ച് ഗോയിങ് ആയിട്ടുള്ളവരോട് ഞാൻ പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്ന വ്യാജന്മാരെ അകറ്റി നിർത്തി ദൈവസഭയിൽ സുബോധമുള്ളവരായിട്ട് നിങ്ങൾ തുടരുന്നില്ലെങ്കിൽ കർത്താവിന്റെ നാൾ കള്ളനെ പോലെ നിങ്ങളെയും പിടിക്കും. നിങ്ങൾക്ക് തെറ്റി വഴിയാവതല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഇരുട്ടിലേക്ക്, പൂർണ്ണമായ ന്യായവിധിയിലേക്ക് പോകും. സമാധാനമെന്നും നിർഭയമെന്നും പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നമ്മൾ ആ കൂട്ടത്തിലുള്ളവരല്ലായികയാൽ ദൈവത്തിന് സ്തോത്രം. അല്ല എന്ന ജീവിതം കൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് വളരെ അലേർട്ടായിട്ട് ജീവിക്കണം. ഇവിടെ ഉറങ്ങുന്ന രാത്രി ഉണർന്നും സുബോധം നമ്മളോട് പറഞ്ഞേക്കാണ്, നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റേ അലേർട്ട്, വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. സുബോധമുള്ളവരായിരിക്കാം. മദ്യപിച്ച് കിടക്കുന്നവർക്ക് സുബോധമില്ല, ഇരുട്ടായതുകൊണ്ട് ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല, നമ്മൾ അങ്ങനല്ല. ആ പദങ്ങളൊക്കെ
വളരെ ലളിതമായിട്ട് പരിശുദ്ധാത്മാവ് വേണ്ടി നമുക്ക് നൽകിയിരിക്കുകയാണ്. 7 വാക്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എനിക്ക് 11 വരെ പെട്ടെന്ന് തീർക്കണം. 8ാമത്തെ വാക്യം, നാമോ, നാമോ, എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രയോഗം അല്ലെ. നാമോ പകലിനുള്ളവരാകയാൽ, പകലിനുള്ളവരാകിയ ദൈവമക്കളുടെ പല പേരുകളുണ്ട് തിരുവഴുത്തിനകത്ത്. പകലിനുള്ളവർ, പകലിനുള്ളവർ, പ്രിയ മക്കൾ എന്ന് വായിക്കുന്നുണ്ട്, നിഷ്കളങ്ക മക്കൾ എന്ന് വായിക്കുന്നുണ്ട്, അനുസരണമുള്ള മക്കൾ എന്ന് വായിക്കുന്നുണ്ട്. പകലിന്റെ മക്കൾ, ഇവിടെ അതാ വായിക്കുന്നത്, പകലിന്റെ മക്കൾ, വെളിച്ചത്തിന്റെ മക്കൾ, ദൈവ മക്കൾ. എത്ര അനുഗ്രഹിക്കപ്പെട്ട പേരുകളാണ് നമുക്കല്ലേ. പകലിനുള്ളവരാകയാൽ, പകലിന്റെ മക്കളാകയാൽ വിശ്വാസവും സ്നേഹമെന്ന കവചയും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. വിശ്വാസവും സ്നേഹമെന്ന കവചവും, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 കാര്യം 1-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു. 3-ാം അധ്യായത്തിലും ഈ വിഷയത്തിന്റെ വിശദീകരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒടുവിലും അപ്പോസ്തലൻ ഇതേ കാര്യം തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം, സ്നേഹം, പ്രത്യാശ, ഇത് അവിടുത്തെ വാക്ക് കണ്ടോ, ധരിച്ചുകൊണ്ട്, 1 കവചമായിട്ട് ധരിക്കണം, 2 പ്രത്യാശ, കവചമായിട്ട് ധരിക്കണം, ശിരസ്ത്രമായിട്ട് ധരിക്കണം. കവചമായിട്ടും ശിരസ്ത്രമായിട്ടും ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥം. അല്പം കൂടെയും വേദപുസ്തക പ്രകാരം ആത്മീയമായിട്ട് കാര്യങ്ങളെ കണ്ടാൽ അവനവനെ തന്നെ വളരെ കെയർഫുള്ളായി ഇരുട്ടിന്റെ പ്രവൃത്തിയിലേക്ക് പോകാതെ, വിശ്വാസത്യാഗത്തിലേക്ക് പോകാതെ, പിന്മാറ്റത്തിലേക്ക് പോകാതെ അവനവനെ തന്നെ വളരെ സൂക്ഷിക്കണം എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഒന്നുകൂടെ വായിക്കാം. വിശ്വാസം, സ്നേഹം കവചമായിട്ട് ധരിക്കണം, പ്രത്യാശ ശിരസ്ത്രമായിട്ട് ധരിക്കണം. കാര്യം, നമ്മൾ പകലിന്റെ മക്കളാണ്. കള്ളം വരുന്ന പോലെ നമ്മളെ പിടിക്കാനായിട്ട്, കള്ളനെ പോലെ വന്ന് നമ്മളെ പിടിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മൾക്ക് ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് ഉറപ്പുള്ളവരാണ്. ഞാൻ ആ വിശ്വാസം, സ്നേഹം, പ്രത്യാശ പെട്ടെന്ന് 1-2 കാര്യം ഒന്ന് പറഞ്ഞാല്, വിശ്വാസം എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് ഈസ് ആൻ എസെൻഷ്യൽ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ദ ടെംപ്റ്റേഷൻസ് ബിക്കോസ് ഇറ്റ് ഈസ് ട്രസ്റ്റ് ഇൻ ഗോഡ്സ് പ്രോമിസ്, പ്ലാൻ ആൻഡ് ട്രൂത്ത്. വിശ്വാസം കവചമായിട്ട് ധരിക്കണമെന്ന് പറഞ്ഞാൽ എന്താ? ദൈവാശ്രയം എന്നുള്ളവരായിരിക്കണം. നമ്മള് പഴയ നിയമ ഇസ്രായേലിനെ പറ്റി വായിക്കുന്നില്ലേ? വിശ്വാസമായിട്ട് പരിണമിച്ചില്ല. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? അവര് കർത്താവിൽ വിശ്വസിച്ചു, പെരിഫറലായിട്ടൊക്കെ ഈ പാറസ്ഥലത്ത് വീണ വിത്ത് പോലെയൊക്കെയായിരുന്നു അവരുടെ ജീവിതം. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിലും ദൈവാശ്രയമുള്ളവരാകണം. അവരങ്ങനെ ആയില്ല. അതുകൊണ്ടാണ് കേട്ട വചനം അവർക്ക് വിശ്വാസമായിട്ട് പരിണമിക്കാതിരുന്നത്. നമ്മൾ ഓരോ ദിവസം കഴിയും തോറും വിശ്വാസവും ആശ്രയവും ട്രസ്റ്റും കർത്താവിൽ വർദ്ധിച്ച് വർദ്ധിച്ച് വരണം. അങ്ങനാണ് നമുക്ക് നമ്മളെ തന്നെ പാപത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയുന്നത്. സ്നേഹം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ലവ് ഫോർ ഗോഡ് ഈസ് എസെൻഷ്യൽ. ആസ് എ പെർഫെക്റ്റ് ലവ് ഫോർ ഹിം ഈൽഡ് പെർഫെക്റ്റ് ഒബീഡിയൻസ് ടു ഹിം. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പ്രമാണിക്കും. ഒന്ന് കർത്താവിലുള്ള ആശ്രയം വർദ്ധിച്ചു വരണം. സ്നേഹം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ കൽപ്പനകൾ അനുദിനം അനുസരിക്കുന്നതിൽ നമ്മൾ മുൻപിട്ട് നിൽക്കണം. വിശ്വാസവും സ്നേഹമെന്ന കവചവും ധരിച്ചു വേണം ഈ അന്ധകാരത്തിൽ വെളിച്ചത്തിന്റെ മക്കൾ ജീവിക്കേണ്ടത്. അതാണ് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. 3, രക്ഷയുടെ ശിരസ്ത്രം. അസത്തിൽ ഈ കവചം ധരിച്ച് രക്ഷയുടെ ശിരസ്ത്രം ധരിച്ചവർക്ക് അവരുടെ അന്വേഷണം മുകളിലോട്ടായിരിക്കും. അതുകൊണ്ടല്ലേ ഈ ചിന്ത, നമ്മുടെ ചിന്ത ഉയരത്തിലാണെന്നാണ് കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ചിലര് പാട്ടിലും പ്രസംഗത്തിലും ഒക്കെ വാക്കിലൊക്കെ പറയുമ്പോൾ ഭയങ്കര വിശ്വാസവും സ്നേഹവും പ്രത്യാശയാണ് പറയുന്നത്. എന്നാൽ
ജീവിതത്തിൽ യാതൊന്നും കാണാനായിട്ട് കഴിയുന്നില്ല. ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നപോലെ അവരുടെ ദൈവം വയറ് എന്ന് വായിക്കുന്ന പോലെ അവർക്ക് ദൈവത്തെയും അവരുടെ വിശ്വാസവും പ്രത്യാശയും ഒക്കെ ഈ ഭൂമിയിലെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ ആകരുത്. വിശ്വാസം ധരിക്കണം, സ്നേഹം ധരിക്കണം, പ്രത്യാശ എന്ന ശിരസ്ത്രം ധരിക്കണം. എന്താ ആ വാക്ക്? രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ഇങ്ങനെ സ്നേഹവും വിശ്വാസവും പ്രത്യാശയും ഉള്ളവർക്ക് ഉറങ്ങാതെ സുബോധമായിട്ട് പകലിന്റെ മക്കളായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, നോക്കൂ, ഇവിടെ രക്ഷയുടെ തേർഡ് സ്റ്റേജ് ആണ് വാസ്തവത്തിൽ രക്ഷയുടെ പ്രത്യാശ എന്ന് പറഞ്ഞിരിക്കുന്നത്. രക്ഷയുടെ പ്രത്യാശ, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം അങ്ങനെ ഒരു പ്രത്യാശയാണ് ഞങ്ങളുടെ രക്ഷയുടെ അടിസ്ഥാന കാരണം. വിശ്വാസത്താലാണ് രക്ഷ, പക്ഷെ ആ രക്ഷിക്കപ്പെടാൻ കാരണം ഞങ്ങൾക്ക് നൽകിയ പ്രത്യാശയാണ്. അതാണ് പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വായിക്കും. ഈ 2 തെസ്സലോനിയൻസ് പ്രത്യാശയുടെ ശിരസ്ത്രം എന്താണ്, അതിന്റെ ഫ്യൂച്ചർ കൾമിനേഷൻ എന്ന് പറയാനായിട്ട് 2 തെസ്സലോനിയൻസ് 2:14 വളരെ മനോഹരമായ ഒരു വാക്യമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചു. ഇതാണ് പ്രത്യാശ. ഗോസ്പൽ നമുക്ക് നൽകുന്നത് താൽക്കാലികമായ ഒരു റിലീഫ് അല്ല, മറ്റ് പലതിൽ നിന്നുള്ള ഒരു പാസീവ് ഡെലിവറൻസ് അല്ല. രക്ഷയെ പറ്റി 2 തെസ്സലോനിയൻസിൽ അപ്പോസ്തലൻ പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. കണ്ടോ, ഇതാണ് പ്രത്യാശയുടെ ശിരസ്ത്രം. ഇന്ന് ഹോളി സ്പിരിറ്റിന്റെ പേര് പറഞ്ഞ് ആളുകളെ ഈ ഭൗമലോകത്തിലേക്ക് കൊണ്ടുപോകുന്നവരോട് കാര്യം പറയാം. സുവിശേഷത്തെയും പരിശുദ്ധാത്മാവിനെയും ദൈവം തന്റെ സഭയ്ക്ക് ദാനം നൽകിയിരിക്കുന്നത് അവന്റെ മഹത്വം പ്രാപിപ്പാനാണ്. ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ ദൈവം നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഇത് കുറഞ്ഞ യാതൊരു ക്വാളിറ്റിയും ഇത് കുറഞ്ഞ യാതൊന്നിന്റെയും പുറകെ ദൈവസഭ പോകരുത്. വഞ്ചിക്കപ്പെടരുത്. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്. സമാധാനമെന്നും നിർഭയമെന്നും പറയുന്നവരുടെ പിന്നാലെ പോകരുത്. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ടാണ് ഈ തിരുവെഴുത്തിനകത്തൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നാമോ പകലിനുള്ളവരാകയാൽ രക്ഷയുടെ പ്രത്യാശയം ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. 9-ാമത്തെ വാക്യം, ദൈവം നമ്മെ കോപത്തിനല്ല, ഇപ്പൊ വായിച്ച വാക്യത്തിനകത്തുണ്ട് അതിന്റെ അർത്ഥം, കോപത്തിനല്ല നാം ഉണർന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന്. അവിടെ ആ ഉണർന്നാലും ഉറങ്ങിയാലും എന്ന് പറഞ്ഞാൽ ഈ ജാതികളെ പോലെ സുബോധമില്ലാതെ മദ്യം കുടിച്ച് രാത്രിയിൽ ഉറങ്ങുന്ന കാര്യമല്ല, മനസ്സിലാവുന്നോ? ഇവിടെ ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും എന്ന് പറഞ്ഞാൽ 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് പൗലോസ് പറഞ്ഞ കാര്യം വിവരിച്ചത് നിങ്ങൾ ഓർക്കുന്നല്ലോ. ഉറങ്ങിയാൽ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി മരണപ്പെട്ടാലും മരിച്ചു പോയവരെ പറ്റിയാണ് അവരുടെ ഒരു ചോദ്യം. അതോടെ ചേർത്താണ് പറഞ്ഞത്, നിങ്ങൾ ഉണർന്നിരുന്നാലും കർത്താവിന്റെ നാള് വരുന്നതിന് മുമ്പ് നിങ്ങൾ മരിച്ചു പോയാലും ആ നാളിലേക്ക് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് പോകുകയില്ല. നിങ്ങൾ ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും, ഞാൻ പറഞ്ഞതിനകത്ത് തിരിഞ്ഞുപോയി, നിങ്ങൾ ജീവനോടിരുന്നാലും കർത്താവിന്റെ നാളിലേക്ക് പോവുകയില്ല. നിങ്ങൾ ഉറങ്ങിയാലും കർത്താവിന്റെ നാളിലേക്ക് പോവുകയില്ല. കാര്യം നമ്മെ അവൻ കോപത്തിനല്ല വിളിച്ചത്, നിത്യന്യായ വിധിക്കല്ല വിളിച്ചത്, ശിക്ഷാവിധിക്കല്ല വിളിച്ചത്, ദൈവത്തിന്റെ മഹാദിവസത്തിലേക്കല്ല നമ്മളെ വിളിച്ചത്. വലുതും ഭയങ്കരവുമായ തീ പോലെ കത്തുന്ന ഒരു നാളുണ്ട്, അതിലേക്കല്ല നമ്മളെ വിളിച്ചത്. അതിന്റെ പേരാ ദൈവം നമ്മെ കോപത്തിനല്ല വിളിച്ചത്. പിന്നെ നാം ഉണർന്നിരുന്നാലും ആ നാള് വരുമ്പോ നമ്മൾ ഉണർന്നാനിരിക്കുന്നെങ്കിൽ നമുക്ക് അതിലേക്ക് പ്രവേശനമില്ല. അതിനു മുമ്പ് നമ്മുടെ നാഥന്റെ കൂടെ നമ്മൾ ചേർക്കപ്പെടും. ഉറങ്ങിയാലും നമ്മൾ ഉയർത്തെഴുന്നേറ്റ് നാഥന്റെ കൂടെ ചേർക്കപ്പെടും. തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്.
എത്ര മഹത്വകരമായ വാക്യം. അവിടെ ആ കോപത്തിനല്ല എന്നുള്ളത് 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിനകത്ത് വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടിവിക്കുന്നവനായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുവാൻ. ആ വരുവാനുള്ള കോപം, ആ വരുവാനുള്ള അന്ത്യന്യായവിധി തന്നെയാണ്. അങ്ങനെ അതാണ് അതിന്റെ അർത്ഥം എന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആ ദൈവം നമ്മെ കോപത്തിനല്ല, ആ വരുവാനുള്ള നാശത്തിനല്ല. പിന്നെയോ നമ്മൾ ജീവിച്ചിരുന്നാലും കർത്താവ് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടാലും തന്നോടുകൂടെ നമ്മൾ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ആ സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ്, റിക്കൺസിലിയേഷൻ നടന്ന ആ അറ്റോൺമെന്റ് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം, പാപമറിയാത്തവനെ നാം അവനിൽ നീതിയാകേണ്ടതിന് അവനെ പാപമാക്കി. ആ ബെനഫിഷ്യറീസ് നമ്മളാണ്. ആ ബെനഫിറ്റ്, നീതി എന്ന വസ്ത്രം നമുക്ക് ലഭിച്ചതാണ്. അതിനുവേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ആയത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ഈ മഹത്വം നമുക്ക് നൽകുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ യാഗമരണത്തിലൂടെയാണ്. ഇതെല്ലാം കൂടെ ചേർത്താണ് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം. സുവിശേഷം ഇതാണ്, യേശു മരിച്ചു. തന്നെ വിശ്വസിക്കുന്നവർക്ക് രക്ഷ ലഭിക്കേണ്ടതിന് യേശു മരിച്ചു. ആ രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ആ രക്ഷ എന്നുള്ളത് ഫ്യൂച്ചർ കൾമിനേഷൻ ആണ്. പ്രത്യാശയുടെ ശിരസ്ത്രവും നമ്മൾ മേളിൽ പറഞ്ഞ ആ മഹത്വം പ്രാപിപ്പാനായിട്ടുള്ള കർത്താവിന്റെ വരവിങ്കിലെ ആ രക്ഷയുടെ 3rd സ്റ്റേജ് ആണ്. ഒരു നിമിഷം കൊണ്ട് നമ്മൾ രൂപാന്തരപ്പെടുന്ന ആ സ്റ്റേജ് ആണ്. ദൈവത്തിന്റെ ഇറ്റേണൽ റാത്തിൽ നമ്മളില്ല. അവന്റെ നിത്യജീവന്റെ പൂർത്തീകരണത്തിലേക്ക്, അബണ്ടൻസ് എൻട്രിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന കാര്യമാണ് ഈ വേദഭാഗത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാം ആരും നമുക്കായി തന്നെ ജീവിക്കുന്നില്ല, മറിച്ച് ജീവിച്ചാലും മരിച്ചാലും കർത്താവിനായിട്ട് നമ്മൾ വെളിച്ചത്തിന്റെ മക്കളായി, സുബോധമുള്ളവരായി, ഉറങ്ങാത്തവരായി ഈ ലോകത്തിൽ ജീവിക്കണം എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. ഒരു ദിവസം മരിച്ചവർ ഉയർക്കും, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. അതിനെല്ലാം മുഖാന്തരം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മരണമാണ്. അന്ന് രക്ഷാപൂർത്തീകരണത്തിൽ നമ്മൾ എത്തും. 11-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്ന പോലെ അന്യോന്യം പ്രബോധിപ്പിച്ച് തമ്മിൽ ആത്മീയവർദ്ധന വരുത്തിയും പോരുവിൻ. എന്നാണ് അർത്ഥം. ഈ സഭ ഈ കാര്യങ്ങളൊക്കെയാണ് അന്യോന്യം പ്രബോധിപ്പിക്കുന്നത്. കർത്താവിന്റെ ആ നാളിലേക്ക് നമ്മൾ എങ്ങനെ ആയിരിക്കണം? സുബോധമുള്ളവരായിരിക്കണം, ഉറങ്ങാത്തവരായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ പ്രബോധിപ്പിക്കാറുണ്ട്. കർത്താവിന്റെ വരവിനെ പറ്റി അവർക്ക് ബോധ്യമുണ്ട്. ചില കാര്യങ്ങളിൽ സംശയം ഉണ്ടെങ്കിലും ഇപ്പോൾ അതെല്ലാം ക്ലാരിറ്റി ആയി, ബോധ്യങ്ങളുണ്ട്, ദൈവപരിജ്ഞാനം അവർക്കുണ്ട്. അപ്പോൾ അവരോട് പറയുകയാണ്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും വേവറാകരുത്. നിങ്ങൾ ചെയ്തു വന്നതുപോലെ, ആ ഒരു പ്രയോഗം കണ്ടോ, നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ. അതായത് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ലോക്കൽ സഭകൾ ഈ ഒരു മാതൃകാ സഭയുടെ മുന്നിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി നമ്മുടെ കൂട്ടായ്മകളിൽ എന്താണ് നടക്കുന്നത്? നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കൈയടിക്കുക, അതാണ് ആത്മീയത എന്ന് ചിന്തിക്കുന്ന ഒരു മൂഢ സ്വർഗത്തിലല്ലേ നമ്മളെല്ലാവരും ഇരിക്കുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ ആത്മീയതയ്ക്ക് തിരുവെടുത്ത് കൂടാതെ ഒരു ഡെഫിനിഷൻ കൊടുത്ത് നമ്മൾ ആത്മീയരാണെന്ന് സ്വയം സംതൃപ്തരാകുകയല്ലേ? അതല്ല ക്രിസ്ത്യാനിറ്റി. ഈ സഭയെ കണ്ടോ, ഇത്രേ ക്രൈസിസിന്റെ നടുവിലും, ഉപദ്രവത്തിന്റെ നടുവിലും, മരണം, പെർസിക്യൂഷൻ നിമിത്തമുള്ള മരണത്തിന്റെ നടുവിലും ഒരു നല്ല ലീഡർഷിപ്പ്, ആത്മീയ നേതൃത്വം അവിടെ ഇല്ലാതിരുന്നപ്പോഴും അവർ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും ആത്മീയ വർധന വരുത്തിയും പോരുവിൻ. ഞാൻ അതിനിങ്ങനെ പറയാം, നാൾ സമീപിക്കും തോറും ഇത് അധികമായി ചെയ്യുവിൻ എന്ന് എബ്രായ ക്രിസ്ത്യാനികളോട് ലേഖകൻ പറയുന്നത് പോലെ. അത് അവിടെ പല കാര്യങ്ങളുണ്ട്, സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്, അങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പറയുന്നത്. നാൾ സമീപിക്കും തോറും അധികമായി ചെയ്യുവിൻ. കർത്താവിന്റെ നാൾ സമീപിക്കും തോറും, നമ്മുടെ വീണ്ടെടുപ്പിന്റെ ദിവസം അടുക്കും തോറും ആത്മീയ വർധനയ്ക്കായിട്ടുള്ള പ്രബോധനങ്ങൾ, ഉത്സാഹങ്ങൾ നമ്മുടെ ഇടയിൽ അധികമായിട്ടുണ്ടാകട്ടെ എന്ന് ഈ ലേഖനം നമ്മളെ ഒരിക്കൽ കൂടെ ഓർപ്പിച്ചുണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സുബോധമുള്ളവരായി, ഉണർന്നിരുന്ന് വെളിച്ചത്തിന്റെ മക്കളായി
ഈ ചെറിയ ജീവിതം നയിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പ്രസാദിപ്പിച്ച് ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ കൂട്ടാളികളാകാതെ ഇരുട്ടിന്റെ പ്രവൃത്തികളെ ശാസിച്ച് വെളിച്ചത്തിന്റെ മക്കളായി വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷയോട് നാം അധികം അടുത്തിരിക്കുന്നത് കൊണ്ട് ഏറ്റവും ഹോളിയായി ജീവിച്ച് ആ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാം. നമ്മളെ ഒരിക്കലും കള്ളനെ പോലെ കർത്താവിന്റെ നാൾ പിടിക്കുകയില്ല. നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാണ്. നമ്മൾ ഇരുട്ടിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരാണ്. ആ കർത്താവിന്റെ നാളെന്ന ന്യായവിധിയിലേക്ക് ദൈവസഭയ്ക്ക് പ്രവേശനവും ഇല്ല. അതിനു മുമ്പ് കർത്താവ് നമ്മളെ തന്റെ നിത്യരാജ്യത്തിൽ എന്നേക്കുമായിട്ട് ചേർക്കും. ഈ പ്രത്യാശ സന്തോഷത്തോടെ ആശ്വാസത്തോടെ ജീവിപ്പാൻ കർത്താവ് നമ്മളോട് ഈ വചനത്താൽ ബലം നൽകട്ടെ, അതിനായിട്ടുള്ള കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. കർത്താവിന്റെ പരിശുദ്ധ നാമം എപ്പോഴും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.